10ാം വോളിയം DVD-യിൽ നിത്യത അഥവാ ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി, നിത്യത മുതൽ നിത്യത വരെ എന്നുള്ള വിഷയം നമ്മൾ പഠനമാക്കുകയാണ്. നിത്യതയ്ക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു വാക്ക് കാലം എന്ന് പറയുന്നു. ഇനി കാലമുണ്ടാകുകയില്ല എന്ന് ബൈബിൾ പറയുന്ന ഭാഗമുണ്ട്. അതായത് സൂര്യനും ചന്ദ്രനും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും സംവത്സരങ്ങളും ഗണിക്കത്തക്കവണ്ണമുള്ളതായ സംവിധാനത്തിൽ സൃഷ്ടിച്ചിരിക്കുമ്പോൾ നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി കാലം ഉണ്ടാകുകയില്ല. കാലം കഴിഞ്ഞ പാട്ടുകാരൻ പറയുന്ന പോലെ കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വരും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. നിത്യതയിൽ മറയുന്നതായ ആ നിത്യത ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. നിത്യത എന്ന് പറഞ്ഞത് സ്വർഗവുമാണ്. സ്വർഗം നിത്യമായതാണ്, അപ്പോൾ തന്നെ നരകവും നിത്യമാണ്. ദൈവമക്കളുടെ പ്രത്യാശ കേന്ദ്രം സ്വർഗമാണ്, അഥവാ അതാണ് നിത്യത. ബൈബിളിൽ സ്വർഗം എന്ന പദം തന്നെ 570 പ്രാവശ്യം കാണുവാൻ കഴിയുന്നുണ്ട്. നിത്യതയുമായി ബന്ധപ്പെട്ടതായ ഒരു വാക്കും വിഷയവുമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 41 പ്രാവശ്യം നിത്യതയുമായി ബന്ധപ്പെട്ടതായ ആ സ്വർഗം എന്നുള്ള പദം കാണുവാൻ കഴിയുന്നു. സ്വർഗസിംഹാസനം എന്ന വാക്ക് വെളിപ്പാട് പുസ്തകത്തിൽ 21 പ്രാവശ്യവും കാണുവാൻ കഴിയുന്നു. സ്വർഗസിംഹാസനസ്ഥൻ നിത്യനായ ഏലോഹീം എന്ന ദൈവമാണ്, സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. ആ സർവശക്തിയുള്ള ദൈവമായ കർത്താവിനെ മനുഷ്യബുദ്ധിയുടെ പരിധിക്കുള്ളിൽ നിന്നും ദൈവത്തെ അറിയുവാൻ കഴിയുന്നത് പോലെ ദൈവം ഒരു വ്യക്തിയും അപ്പോൾ തന്നെ സർവശക്തനുമാണ്. ദൈവം സനാതനായവനും അനന്തതയിൽ വസിക്കുന്നവനും സീമാതീതനുമാണ്. ദൈവത്തിൻ്റെ ദിവ്യത്വം, നിത്യശക്തി, മഹിമ, കൃപ, കരുണ, വിശുദ്ധി ഇത്യാദി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ പ്രവൃത്തികളാൽ വെളിപ്പെടുന്നു. അദൃശ്യനും അപ്രമേയനുമായ ദൈവത്തെക്കുറിച്ച് നിഘണ്ടുക്കളിൽ നൽകിയിരിക്കുന്ന അർത്ഥങ്ങൾ വളരെ വ്യത്യസ്തമായ നിലയിലാണ്. അതിവിടെ വായിക്കുന്നു: പരമകാരുണികൻ, ജ്ഞാനമൂർത്തി, ഈശ്വരൻ, സൃഷ്ടാവ്, സൽസ്വരൂപൻ, ജഗന്യന്താവ്, അദർശൻ, വന്യൻ, പരമൻ, ഉടയ തമ്പുരാൻ, ആദിഭൂതൻ എന്നീ പദങ്ങൾ അവയിൽ ചെയ്തത് മാത്രം. സ്വയം സ്ഥിതൻ, നിത്യൻ, സത്തമൻ, സുന്ദരൻ, പരിപൂർണൻ, സർവജ്ഞൻ, സർവശക്തൻ, പരിശുദ്ധൻ, നീതിമാൻ, താൻ മാത്രം തന്നെ പൂർണ്ണമായി അറിയുന്നവൻ, സ്വയം മതിയായവൻ, പരാപരൻ, സൃഷ്ടാവ് എന്നീ അനന്ത ഗുണങ്ങളോട് കൂടിയവനാണ് ദൈവമെന്ന് ഔഗോൺ മാർ തിമോത്തിയോസ് മെത്രോപൊലിത്ത വിശുദ്ധ മതോപദേശങ്ങൾ എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നു. പരിമിതികളുള്ള മനുഷ്യന് മാറ്റമില്ലാത്തവനായ ദൈവത്തെപ്പറ്റി പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അതെ, അദൃശ്യനും ആദ്യനും അന്ത്യനുമായവൻ്റെ അഗാധത്വം ഗ്രഹിക്കുക മനുഷ്യന് അസാധ്യമത്രേ. അത് മനുഷ്യൻ്റെ ഭാഷയിലും ഭാവനയിലും വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല. ഭക്തനായ ഇയ്യോബ് പറയുന്നു, നാം അവനെക്കുറിച്ച് ഒരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. അവൻ്റെ ബലത്തിൻ്റെ ഇടിമുഴക്കുമോ ആർ ഗ്രഹിക്കും? ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല എന്ന് സങ്കീർത്തനം 147 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ലീഗ റോമർ 11:33 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? ഇയ്യോബ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സൂര്യൻ്റെ പ്രകാശത്താൽ അല്ലാതെ സൂര്യനെ കാണുവാൻ കഴിയാഞ്ഞതുപോലെ ദൈവത്തെ പറ്റിയുള്ള ആധികാരികമായ അറിവ് ദൈവത്തിൻ്റെ ആത്മാവിന് ലഭിച്ചവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ.
പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു എന്നാണ് 2 കൊരിന്ത്യർ 2-ാം 10, 11, 12 വാക്യങ്ങൾ. ദൈവം മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുത്തതിനോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ ബഹുവിധ നാമങ്ങളോടുള്ള ബന്ധത്തിൽ അവിടുത്തെ വിവിധ സ്വഭാവ വിശേഷണങ്ങൾ തിരുവചനത്തിൽ നിന്നും ഗ്രഹിക്കുവാൻ കഴിയുന്നു. ഇവ മനുഷ്യനാമങ്ങൾ പോലെ വെറും സ്ഥാനപ്പേരുകളല്ല. സർവശക്തനായ ദൈവത്തെക്കുറിച്ച് എബ്രായ ബൈബിളിൽ ശ്രേഷ്ഠ അർത്ഥത്തോടുകൂടി പറഞ്ഞിട്ടുള്ള നിരവധി പര്യായ പദങ്ങളുണ്ട്. അത് എബ്രായ ഭാഷ ശൈലിയിൽ ആ വാക്കുകൾ ഉച്ചരിച്ചാൽ ഇപ്രകാരം ഷോർട്ട് ഫോമായിട്ട് പറയാം: എൽ ഏലോഹീം, എൽ എല്യോൻ, എൽ എലവക്ക, എൽ ഓലാം, എൽ എൽ സദായി, യാഹ്വേ, ജിരേ, നിശി, ശാലോ, ശമ്മ, ശബാവോ, സിദക്കിനു, ഹോബിനു, എൽ സദായി, റോയി, റോഫി, മക്കടേഷ്കെ, നക്ക, ഗമ്മേല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സർവ്വനാമങ്ങളെക്കുറിച്ചുള്ള ഒരു പട്ടികയാണ്. എൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവത്തെക്കുറിച്ച് മാത്രം ബഹുമാന പുരസ്സരം പറയുന്നതായ ഒരു ആദി വാക്ക, എൽ ഏലോഹി. അതുപോലെ യഹോവ ഇരെ, യാഹ്വേ ഇരെ, യാവേ ഇരെ എന്നൊക്കെ വ്യത്യസ്ത ഉച്ചാരണങ്ങളുണ്ട്. മലയാളത്തിൽ യഹോവ ഇരെ എന്ന് നമ്മൾ പറയുന്നു, കരുതുന്നവനായ യഹോവ. ഇംഗ്ലീഷിൽ യഹോവ ഇരെ, യഹോവ ജിരെ. എന്നാൽ എബ്രായ ഭാഷയിൽ അത് ഉച്ചരിച്ചിരിക്കുന്നത് യാഹ്വേ എന്നും യാവേ എന്നും 2 ഉച്ചാരണമുണ്ട്. യാവേ ഇരെ. നിത്യനായ ദൈവം സ്ഥാപിച്ചതാണ് നിത്യമായ സ്വർഗം. നിത്യമായ സ്വർഗത്തിൽ, സ്വർഗാദി സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവത്തെ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായ ചില വാക്കുകളിൽ കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അതിൽ ഒന്ന് യഹോവ ഇരെ, കരുതനായ ദൈവം. 2 യഹോവ നിസി, എൻ്റെ കൊടിയായ ദൈവം. പുറപ്പാട് 17-15 വാക്യം. 3 യഹോവ ശാലേം, യഹോവ നമ്മുടെ സമാധാനം. അടുത്തതായി കാണുന്നത് യഹോവ റോയി, യഹോവ എൻ്റെ ഇടയൻ, ഇടയനായ യഹോവ, ഇടയനായ കർത്താവ്. 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. അടുത്ത യഹോവ ശമ്മ, യഹോവ അവിടെ. യഹസ്കേൽ 42-35 അതിൻ്റെ റെഫറൻസ്. വീണ്ടും യഹോവ സബാവോത്ത്, സൈന്യങ്ങളുടെ യഹോവ എന്നർത്ഥം. സങ്കീർത്തനം 84-1, 1 ശമൂവേൽ 1-3, 14-45 ഈ വാക്യങ്ങളിൽ സൈന്യങ്ങളുടെ യഹോവയെക്കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നു. അതുപോലെ യഹോവ മക്കളേഷ്കയും, ശുദ്ധീകരിക്കുന്ന യഹോവ. പുറപ്പാട് 1-13, ലേവ്യ 20-8 തുടങ്ങി ധാരാളം വാക്യങ്ങൾ പറയുവാനുണ്ട്. യഹോവ സിദക്കിനു, സിദ്ക്കനു എന്നും ഉച്ചരിക്കുന്നുണ്ട്. യഹോവ നമ്മുടെ നീതി എന്നാണ് അർത്ഥം. ഇരമ്യാവ് 23-6. യഹോവ ഏലോഹീം, യഹോവ നമ്മുടെ ദൈവം, ത്രിയേക ദൈവമെന്നും അതിന് പറയുന്നുണ്ട്. യഹസ്കേൽ 48-35 വാക്യം. യഹോവ എലവക്ക, യാഹ്വേ എലവക്ക എന്ന് എബ്രായ ഭാഷ ഉച്ചരിക്കും. യഹോവ നിന്റെ ദൈവം. പുറപ്പാട് 20-2, 3, 7, 8 വാക്യങ്ങൾ കാണുന്നു. വീണ്ടും യഹോവ എല്യോൻ, അത്യുന്നതനായ യഹോവ. സങ്കീർത്തനം 7-17, 97-4, 91-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. ഇവിടെ എല്യോൻ എന്നുള്ള വാക്ക് മൂലഭാഷയിൽ കാണുവാൻ കഴിയുന്നു. യഹോവ ഹോബിനു, യഹോവ എൻ്റെ സൃഷ്ടാവ് എന്ന് സങ്കീർത്തനം 95-6 റെഫറൻസ് നമുക്ക് എടുക്കാം. യഹോവ നക്ക, എന്നെ നടത്തുന്ന യഹോവ. യെശയ്യാവ് 58-11 വാക്യം. യഹോവ ഗമ്മല, പ്രതികാരത്തിൻ്റെ യഹോവ. ഇരമ്യാവ് 51-56. യഹോവ റൂഫി, സൗഖ്യമാക്കുന്ന യഹോവ. പുറപ്പാട് 15-26, 103-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം, 147-3. യഹോവ എൽ സദായി, സർവവല്ലഭനായ യഹോവ. ഉൽപ്പത്തി 17-1. യഹോവ എൽ ഓലാം, നിത്യനായ ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം. ഉൽപ്പത്തി 21-33, ലേവ്യ 5-2. അഡോണായി, യജമാനായ ദൈവം എന്നിങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ളതായ സർവനാമങ്ങൾ ധാരാളമാണ്. അതുപോലെ മറ്റ്
നിരവധി പേരുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. നിത്യതയിലെ നിത്യനായ ദൈവത്തെക്കുറിച്ചുള്ളതായ വാക്കാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. ആദിയിൽ ദൈവം സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും ദൂതസഞ്ചയത്തെയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ പിന്നെ ഭൂമിയെ സൃഷ്ടിച്ചു. ഇതെല്ലാം ആദ്യത്തെ പഠനത്തിൽ നമ്മൾ പഠന വിഷയമാക്കി എടുത്തതാണ്. ഇപ്പോൾ ചെറിയൊരു ആവർത്തനം എന്നുള്ള നിലയിൽ പറഞ്ഞു വിടുന്നു. അതിനുശേഷം ദൂതന്മാരുടെ സാന്നിധ്യത്തോടുകൂടെ ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമിയിൽ ആദിയിൽ ദൈവദൂതന്മാർ പാർത്തിരുന്നു. പിന്നെ ആ ഭൂമി പാഴ്ശൂന്യമായി തീർന്നു. ഏറെക്കാലങ്ങൾക്ക് ശേഷം ആ ഭൂമിയെ പുതുക്കിപ്പണിതു. ആ പുതുക്കിപ്പണിത ഭൂമിയിൽ ഈ ഭൂമിയിലെ മണ്ണിൽ നിന്നും ആദ്യ മനുഷ്യനായ ആദാമിനെ ഉളവാക്കി. ആദാമിന് അവയെ വേർപെടുത്തി. അങ്ങനെ ഭൂമിയിലെ ഒന്നാമത്തെ കുടുംബം. ആ ഒന്നാമത്തെ കുടുംബത്തിന് ഭൂമിയിൽ താമസിക്കുവാനായി ദൈവം കൊടുത്ത സ്വർഗതുല്യമായ ഒന്നാണ് ഏദൻ തോട്ടം. 2-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിക്കാം. കാണുവാൻ ഭംഗിയുള്ളതും ഭക്ഷിപ്പാൻ സ്വാദുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. തോട്ടം നനയ്ക്കുവാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 കൈവഴിയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്നു പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതകവുമുണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്നു പേർ. അത് കൂസ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദ്ദേക്കൽ എന്നു പേർ. അത് അശൂരിന് കിഴക്കോട്ടൊഴുകുന്നു. 9-ാം വാക്യം. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ വിവിധ വൃക്ഷങ്ങളെ ദൈവം മുളപ്പിച്ചു, ദൈവം സൃഷ്ടിച്ചു എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം ജീവവൃക്ഷമാണ്. പിന്നെ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമെന്ന മറ്റൊരു വൃക്ഷത്തെയും പറയുന്നു. ഈ ജീവവൃക്ഷ ഫലം തിന്നാൽ മരണമില്ലാതെ ആരോഗ്യവാനായി എന്നേക്കും ജീവിക്കാം. ഇറ്റേണൽ എന്നുള്ള അർത്ഥം നിത്യൻ, നിത്യതയോളം ജീവിക്കുവാൻ. പ്രായമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രായമില്ല എന്നതുപോലെ നിത്യമായി വസിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതുപോലെയാണ് ആദാമിനെ കുറിച്ച് പറയുന്നത്. അതിന് ജീവവൃക്ഷ ഫലം തിന്മാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു. എന്നാൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതോടുകൂടെ ഹവ്വ നിമിത്തം ആദാമും അങ്ങനെ ആദാം ഹവ്വയും ആദ്യ കുടുംബം ആ ഏദനിൽ നിന്നും നിഷ്കാസനാകുകയാണ്. അവിടെ നിന്ന് പുറന്തള്ളപ്പെടുകയാണ്. എന്നിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ വായിക്കുന്നു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ പുറത്താക്കി ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരുബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയായി നിർത്തി. ഏദൻ തോട്ടം എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗമായിരുന്നു. സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിപ്പാൻ നമ്മുടെ കരുണാസമ്പന്നായ നമ്മുടെ ഏകരക്ഷകനായ കർത്താവ് ശിഷ്യഗണങ്ങളോട് പറഞ്ഞത് ആ സൃഷ്ടിപ്പിൻ്റെ ആദിയിൽ പല പരിവർത്തനങ്ങളുണ്ടായി. എന്നിട്ട് ഭൂമിയിൽ ഏദൻ തോട്ടം സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷഫലം തിന്മാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. സകല വൃക്ഷഫലവും തിന്നാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഒരു വൃക്ഷം ഒഴികെ സകല ജീവികളും സകല മൃഗങ്ങളും തൻ്റെ സ്വാതന്ത്ര്യത്തിലായിരുന്നുവെന്നോട് വായിക്കുന്നു. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതോടുകൂടെ അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു. അവൻ്റെ അവകാശ പാർപ്പിടമായ അവൻ്റെ വീടായ അവൻ്റെ സ്വർഗതുല്യമായി ദൈവം കൊടുത്ത ഏദൻ തോട്ടം അവൻ നഷ്ടപ്പെട്ടു. ഏദൻ തോട്ടം അവന് നഷ്ടപ്പെട്ടു. ഏദൻ തോട്ടം അന്ന് നിലവിലുണ്ടായിരുന്നു.
അവനെ ഏദൻ തോട്ടത്തിൽ പുറത്താക്കി. എന്നിട്ട് മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. മലയാള വിവർത്തനത്തിൽ വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആശയം കിട്ടാത്ത ഒരു രീതിയിലാണ് അതിൻ്റെ കിടപ്പ്. ദൈവത്തിൻ്റെ ക്രോധാഗ്നിയായ പ്രതികാരത്തിൻ്റെ വാളുമായി ദൈവത്തിൻ്റെ സൃഷ്ടിയായ ബലവാന്മാരായ കെരൂബുകൾ പ്രതികാരത്തിൻ്റെ വാളുമായി തോട്ടത്തിൽ കാവൽ നിന്നത്. എന്ന് പറഞ്ഞാൽ ആദാമിനെയും അവൻ്റെ സന്ത പരമ്പരകളെയും ഇനി ഇങ്ങോട്ട് കയറ്റാതിരിക്കുക. അങ്ങനെ ഏദൻ തോട്ടത്തിൽ പുറത്താക്കപ്പെട്ടതായ ആദാം നാളുകളെ എണ്ണുവാൻ തുടങ്ങി. തൻ്റെ സംവത്സരങ്ങൾ എണ്ണുവാൻ തുടങ്ങി. തൻ്റെ ആയുസ്സും തൻ്റെ മക്കളുടെ മക്കളെയും കാണുകയും അവരുടെ ആയുസ് ഇങ്ങനെ നാളുകൾ എണ്ണുവാൻ തുടങ്ങി. ശാപഗ്രസ്തമായ ഭൂമിയിൽ, ശാപഗ്രസ്തമായ നിലയിൽ ശാപവും ശിരസിലേറ്റ് വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച ജീവവൃക്ഷം ഇന്ന് എവിടെ? ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, അഗ്നിബാധ ഉണ്ടായിട്ടുണ്ട്, പലവിധമായ പ്രകൃതി ദുരന്തത്തിൽ കൂടെ ഈ ഭൂമിയിൽ പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നുള്ളതിനേക്കാൾ ധാരാളം വൃക്ഷങ്ങൾ അന്നുണ്ടായിരുന്നു. നമുക്ക് പേര് പറയാൻ അറിയാതെ വണ്ണം അനേക ഗുണവിശേഷമുള്ള വൃക്ഷങ്ങളുണ്ട്. ഈ കൂട്ടത്തിൽ ചന്ദന വൃക്ഷങ്ങൾ, ലെബാനോനിലെ ദേവദാരുക്കൾ തുടങ്ങി ശ്രേഷ്ഠമായ വൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നു. ഈ ജീവവൃക്ഷം എവിടെ പോയി? ജീവവൃക്ഷം ഇന്ന് ഭൂമിയിൽ ആരെങ്കിലും കണ്ടവരുണ്ടോ? ജീവവൃക്ഷ ഫലം ഏതെങ്കിലും നിലയിൽ അത് ഭക്ഷിച്ചവരുണ്ടോ? ഇപ്പോൾ അത്തിവൃക്ഷത്തെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് കാണുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അത്തിവൃക്ഷമുണ്ട്. അത്തിക്കായകൾ കണ്ടിട്ടുണ്ടോ, തിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സമയത്ത് ആരുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തിക്കായകൾ കാണുന്നവരും ഭക്ഷിക്കുന്നവരും സാധാരണ ധാരാളം പേരുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടുള്ളവരും എപ്പോഴെങ്കിലും അത്തിക്കായ ഭക്ഷിച്ചിട്ടുള്ളവരാണ്. ഒലിവ് നമ്മുടെ നാട്ടിലെ വൃക്ഷമല്ല, ഒലിവ് കായകൾ നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നമല്ല. പക്ഷേ ഒലിവ് കായകൾ വാങ്ങാൻ കിട്ടും. ഒലിവ് കായകൾ വിവിധ നിലയിൽ പാകം ചെയ്ത് കഴിക്കാൻ കഴിയുന്നു. അപ്പോൾ ഒലിവ് വൃക്ഷമുണ്ട്. പക്ഷേ ഒരു ചോദ്യം, ജീവവൃക്ഷം എവിടെ? ജീവവൃക്ഷം എവിടെ അവസാനിച്ചു? അതിന് നമുക്ക് യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം എടുക്കാം. 31-ാം അധ്യായം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ വേദപുസ്തകം തുറന്നു നോക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയുള്ള വിഷയങ്ങൾ സാധാരണയായി നമ്മൾ വായിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാറില്ല. ആരും പറഞ്ഞും അങ്ങനെ കേൾക്കാറില്ല. നമുക്ക് അങ്ങനെ ഒരു പഠനമായി കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ ഒരുമിച്ച് വേദപുസ്തകം ചിന്തിക്കുന്നു എന്ന നിലയിൽ മാത്രം എടുത്താൽ മതി. അങ്ങനെ വിചിന്തനം ചെയ്യുന്നു എന്നുള്ള നിലയിലാണെങ്കിൽ യെഹെസ്കേൽ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, ഞാൻ അതിനെ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിൻ്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. ഏദനിലെ സകല വൃക്ഷങ്ങളും ലെബാനോനിലെ ഏദൻ തോട്ടം, ഭൂമിയിലെ സ്വർഗതുല്യമായിരുന്ന ഏദൻ എന്നുവരെ ഉണ്ടായിരുന്നു, എവിടെ നഷ്ടപ്പെട്ടു എന്ന ചോദ്യത്തിന് യെഹെസ്കേൽ പ്രവാചകൻ ഒന്നുമല്ലാത്ത, ഒന്നും മനസ്സിലാകാത്ത നിലയിൽ ഏതോ ദൈവികമായ വെളിപ്പാടുകൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ആ വെളിപ്പാടിനെ കുറിച്ചുള്ള മർമ്മം തനിക്ക് വേണ്ടുവോളം ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അത് അതുപോലെ താൻ രേഖപ്പെടുത്തി. പെട്ടെന്ന് വായിച്ചു വിടുമ്പോൾ അതിൻ്റെ ഉത്ഭവം മുതൽ അതിൻ്റെ അവസാനം വരെയുള്ളതായ ഒരു ചരിത്ര വിഷയം എന്നതുപോലെ നമുക്ക് ലഭിക്കുന്നില്ല. എങ്കിലും ആ വിവരണത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ അതിനെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിൻ്റെ വീഴ്ചയുടെ മുഴക്കം എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഒരു ഭൂകമ്പം, ദൈവക്രോധത്തിൻ്റെ ഭൂകമ്പം ഈ ഏദൻ തോട്ടത്തിലുണ്ടായി. അതിൻ്റെ വീഴ്ചയുടെ മുഴക്കത്തിൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. അടുത്ത, ഏദനിലെ സകല വൃക്ഷങ്ങളും ലെബാനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോ ഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. ഭൂമിയുടെ അധോ ഭാഗത്ത് ഭൂമി പിളർന്ന് ഈ വൃക്ഷങ്ങളെ ഏദൻ തോട്ടത്തെ തന്നെ ഭൂമിയുടെ അഗാധ ഗർത്തത്തിലേക്ക് വിഴുങ്ങി എന്നാണ്. അപ്പോൾ ശക്തമായൊരു ഭൂകമ്പം ഉണ്ടായി. വീണ്ടും 18-ാം വാക്യം ശ്രദ്ധിക്കൂ. അതിൻ്റെ മധ്യഭാഗം, ഏദനിലെ സകല വൃക്ഷങ്ങളിൽ ഏദനോട് തുല്യമാകുന്നു. എന്നാൽ നീ ഏദനിലെ വൃക്ഷങ്ങളോടുകൂടെ ഭൂമിയുടെ അധോ ഭാഗത്ത് ഇറങ്ങിപ്പോകേണ്ടി വരും. ഇവിടെ മറ്റ് പല വിഷയങ്ങൾ വെളിപ്പെടുത്തുന്ന വെളിപ്പാടുകൾക്കിടയിൽ
ഏദൻ തോട്ടത്തിലെ ജീവവൃക്ഷത്തെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് പണ്ട് എങ്ങനെ ആയിരുന്നു, എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തുന്നു. ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. 18-ാം വാക്യത്തിൽ, ഏദനിലെ വൃക്ഷങ്ങളിൽ ഏദനോട് തുല്യമാകുന്നു, എന്നാൽ നീ ഏദനിലെ വൃക്ഷങ്ങളോടുകൂടെ ഭൂമിയുടെ അധോ ഭാഗത്ത് ഇറങ്ങിപ്പോകേണ്ടി വരും. അപ്പോൾ ഭൂമിയുടെ അധോ ഭാഗത്ത് ഈ ജീവവൃക്ഷം ഇറങ്ങിപ്പോയെന്നാണ്. ഭൂമിയിൽ ഒറ്റ വൃക്ഷം പോലും ശേഷിക്കാതെ ഈ പറയുന്ന ഗുണനിലവാരങ്ങളുള്ളതായ ആ വൃക്ഷങ്ങൾ, അതിനോടൊപ്പം ജീവവൃക്ഷം, നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിയപ്പെടുന്നതായ പ്രത്യേകമായ ഒരു വൃക്ഷത്തെക്കുറിച്ചും, ഇതെല്ലാം പ്രകൃതി ദുരന്തത്താൽ ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാകുന്നുവെങ്കിൽ ഈ വൃക്ഷം നമുക്കിനി തിരികെ ലഭിക്കുമോ? നിശ്ചയമായും ഈ വൃക്ഷം നമുക്ക് തിരികെ ലഭിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ഉം 22-ഉം നിത്യതയുമായി ബന്ധപ്പെട്ട 2 അധ്യായങ്ങളാണ്. 21-ാം അധ്യായം സ്വർഗത്തിലെ ഒരു കൂടാരം എന്ന് വിശേഷിപ്പിക്കുന്ന പുതിയ യെരൂശലേം എന്നതായ ഒരു സ്വർഗീയ സൗധത്തെക്കുറിച്ചാണ്. അതിൻ്റെ വിശദീകരണം നിത്യതയുമായി ബന്ധപ്പെടുത്തി അതിനോട് ലിങ്ക് ചെയ്ത് 22 അധ്യായം കൂടെ ഒരുമിച്ച് ചിന്തിക്കേണ്ട ഭാഗമാണ്. ആ പുതിയ യെരൂശലേമിൻ്റെ വർണ്ണന നമ്മൾ ഒരു ഡിസ്കിൽ ചിന്താവിഷയമായി, പഠന വിഷയമായി എടുത്തതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 22-ാം അധ്യായമെങ്കിൽ ആ പുതിയ യെരൂശലേമിൻ്റെ വീതി, അതിനെക്കുറിച്ചുള്ള വിവരണം താഴോട്ട് വരുന്നു. 22-ാം അധ്യായത്തിന് 1-ാം വാക്യം. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി, പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും. അപ്പൊ ജീവജല നദി, ആ നദിയിലെ വെള്ളം കുടിക്കുന്നവ ഏതൊരു ജീവിക്കും, ഏതൊരു മനുഷ്യനും, ഏത് സസ്യജാലങ്ങൾക്കും നിത്യമായ ഒരു വാഴ്ചയുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിത്യമായ ഒരു ലോങ് ലൈഫ് അവർക്കുണ്ട്. സിംഹാസനം പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു. 2-ാം വാക്യം. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട് എന്ന് പറയാൻ, നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം സുലഭമായിട്ടുണ്ട്. ചിത്രങ്ങളിൽ കൂടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. അടുത്ത്, അത് 12 വിധം ഫലം കായ്ച്ച്. അത് 12 വിധ ഫലം കായ്ച്ചു. ഇവിടെ പറയുന്നത് ജീവവൃക്ഷം എന്ന് പറയുന്ന വൃക്ഷം മാത്രമാണ് 12 വിധ ഫലം കായ്ച്ചു എന്ന് അല്ല. അല്ലാത്ത വൃക്ഷങ്ങളും ജീവജല നദിയിൽ അതിൻ്റെ വേരുകൾ ഇറങ്ങി അതിൻ്റെ വെള്ളം വലിച്ചെടുത്ത് അത് ആരോഗ്യമുള്ള, അപ്പം അതാത് മാസം 12 മാസവും 12 വിധ ഫലം കൊടുക്കുന്ന നിലയിലാണ് മറ്റു പല വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വായിക്കുമ്പോൾ ജീവവൃക്ഷത്തിൽ നിന്നും 12 വിധ ഫലം കിട്ടുന്നത് പോലെ ഒരു ആശയവും കിട്ടുന്നു. എങ്കിലും നമുക്കൊന്ന് ചിന്തിക്കാം. 2-ാം വാക്യം ഒന്നുകൂടെ. നദിക്ക് ഇക്കരെയും അക്കരെയും, നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. മൂലഭാഷയിൽ ജീവവൃക്ഷങ്ങൾ ഉണ്ട്, പലവിധമായ വൃക്ഷങ്ങളുണ്ട്, വിവിധ ഗുണനിലവാരമുള്ള വൃക്ഷങ്ങളുണ്ട് എന്നാണ് വായിക്കുന്നത്. അടുത്ത്, അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. രോഗശാന്തിക്ക് ഉതകുന്നു. ഇവിടെ ജാതികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരെ വായിക്കുന്നു. നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിത്യവുമായി ബന്ധപ്പെട്ട ഭരണം, അതിൻ്റെ രാജാക്കന്മാർ, അതിലെ നാഷൻസ്, അതിലെ ജാതികൾ, സാധാരണക്കാരായ വ്യക്തികളുടെ ജാതികൾ എന്ന് പറയുന്നു. ഈ ജാതികൾ ആരാ? മണവാട്ടിയല്ല. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഫലമായി വീണ്ടെടുക്കപ്പെട്ടവരായി കർത്താവിന് സന്നിധിയിലേക്ക് കടന്നുപോയിട്ടുള്ള അവരെയല്ല ജാതികളെന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ രക്തസാക്ഷികളായി തീർന്നവരെയുമല്ല, ക്രിസ്തു നിദ്ര പ്രാപിച്ചവരെയുമല്ല, ജീവനോടെ ഇരുന്ന് രൂപാന്തരപ്പെട്ടു പോയവരെയുമല്ല. പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? പെട്ടെന്ന് മനസ്സിലാകത്തക്കവണ്ണം 2-3 വാക്കുകൾ പറഞ്ഞു വിട്ടാൽ, യേശു ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച, മില്ലേനിയം കിങ്ഡം എന്ന 1000 വർഷ ഭരണത്തിൽ ജാതികൾ മാത്രമായിരുന്നു അന്ന് അവിടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. അതായത് മഹാപീഡനത്തിൻ്റെ ഒടുവിൽ, 7 വർഷത്തിൻ്റെ ഒടുവിൽ മഹാകട്ടതിയുടെ തീച്ചൂളയിൽ കൂടെ ഭയങ്കരമായ നരകതുല്യമായ യാതന അനുഭവിച്ചും മരണപ്പെട്ടും പോയതിനിടയിൽ
പ്രകൃതി ദുരന്തവും യുദ്ധവും അതിശക്തമായി നിലനിന്ന ആ നാളുകളിൽ ശേഷിച്ച ഒരു കൂട്ടം മാത്രമേ ഉള്ളൂ. 5 ആളുകൾ മരിച്ചു പോകും. ആ ഒരു കൂട്ടർ അംഗവൈകല്യത്തോടു കൂടി ആയിരിക്കുമ്പോൾ തന്നെയാണ് യേശു രാജാതിരാജാവും കർത്താതികർത്താവുമായി അത്യുന്ന സ്വർഗത്തിൽ നിന്നും തൻ്റെ സഭയുമായി ഭൂമിയിലേക്ക് മന്ദമായി വരുന്നത്. ഭൂമിയിലേക്ക് വരുമ്പോൾ അപ്പോൾ ഭൂമിയിലുള്ള ഇവരെയാണ് ജാതികൾ എന്ന് പറയും. യേശു ക്രിസ്തു യെരുശലേം രാജധാനിയാക്കിക്കൊണ്ട് 1000 വർഷം വാഴുമ്പോൾ യേശുവിൻ്റെ ഭരണത്തിൽ ഇവരെല്ലാവരും പാപം ചെയ്യുവാൻ കഴിയാതെ പാപികളായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ജാതികൾ എന്നാണ് പേര്. യേശുവിൻ്റെ ദൈവികമായ ആ ഭരണത്തിങ്കൽ യേശുവിൽ വിശ്വസിച്ചും യേശുവിനെ സ്വീകരിച്ചും യേശുവിനോടും തന്നെ വിശുദ്ധന്മാരോടും കൂടെ പറ്റി നിന്ന ഒരു കൂട്ടർ ആ കൂട്ടത്തിൽ നിന്ന് രക്ഷിതഗണമായിട്ട് കാണുന്നുണ്ട്. അവരെ പിന്നത്തേതിൽ ജാതികൾ എന്നാണ് കാണുന്നത്. അപ്പോൾ ജാതികൾ എന്ന് ഇവിടെ പറയുന്നതായ ആ കൂട്ടർ പാപികളെന്നല്ല, ഒരു വീട്ടിൻ്റെ ഗൃഹനാഥൻ വീട്ടിൻ്റെ എല്ലാമായിരിക്കുമ്പോൾ തൻ്റെ ഭാര്യ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ദാസിദാസന്മാർ, സ്നേഹിതന്മാർ എന്ന നിലയിൽ നമ്മൾ ഇവിടെ തന്നെ ചിന്തിക്കുമ്പോൾ നിത്യനായ ദൈവമാകുന്ന പിതാവായ ദൈവത്തിൻ്റെ ആ വലിയ കുടുംബത്തിലെ അംഗങ്ങളെന്ന് പറയുന്നത് ഇതേപോലെയുള്ള പല ഗ്രേഡുകളായിട്ട് മക്കളെന്നും പ്രിയമക്കളെന്നും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കപ്പെട്ടവരായി, രാജാക്കന്മാരായി, മന്ത്രിമാരായി, ഓരോ ദേശത്തിൻ്റെ അധിപന്മാരായി പല ഗണങ്ങളായിട്ട് ദൈവം തൻ്റെ ജനത്തെ അവിടെ മാറ്റുന്നു. അക്കൂട്ടത്തിൽ ദൈവിക അനുഭവത്തിൽ പാപം ചെയ്യാതെ പാപത്തിൻ്റെ കണിക പോലും കാണാത്ത നിലയിൽ ഈ ഒരു കൂട്ടർ ജാതികൾ എന്നുള്ള നിലയിൽ തുടരുന്നു. അവിടെ രോഗശാന്തിക്ക് ജീവവൃക്ഷത്തിന് ഇല ഉതകും എന്നിവിടെ വായിക്കുന്നത് ആരോഗ്യത്തിന് അത്യുത്തമം എന്നാണ് മൂലഭാഷയുടെ അർത്ഥം. രോഗമുണ്ടെന്നല്ല. നമുക്ക് വെളിപ്പാട് പുസ്തകം 21 അധ്യായം എടുക്കാം. അവിടെ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ആ ഒരു വാക്യം 21-ന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? അതായത് 18-19 അധ്യായത്തോടുകൂടെ ഈ ഭൂമിയിലെ മഹാപീഡനത്തോടുകൂടെ ആ സംഭവം അവസാനിക്കുന്നു. 20-ാം അധ്യായത്തിൽ ശത്രുവായ കോരനായ പിശാചും അധർമ്മമൂർത്തിയുമായ പഴയ പാമ്പായ ആ കൊടിമൂത്ത പിശാചിനെ ലൂസിഫറിനെ അഗാധത്തിൽ ബന്ധിക്കുന്നു. എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് ഗന്ധകത്തീപ്പയിലേക്ക് തള്ളുന്നു. അതിനുശേഷം ചെമ്മരിയാടുകളെയും കോലാടുകളെയും 2 വിഭാഗത്തിലായി കർത്താവ് വേർതിരിക്കുന്ന തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ന്യായവിധി വരുന്നു. അതേ തുടർന്ന് യെരുശലേം രാജധാനിയാക്കിക്കൊണ്ട് കർത്താവ് 1000 വർഷം വാഴുന്നു. ആ വാഴ്ചയെക്കുറിച്ചാണ് 20-ാം അധ്യായത്തിൻ്റെ പകുതി ഭാഗത്തോളം. അതിനുശേഷം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വെള്ള സിംഹാസനത്തിലെ ന്യായവിധികൾ എന്നൊരു വിഷയം നമ്മൾ ചിന്തിച്ചു. ആ ന്യായവിധിയോടുകൂടെ 20-ാം അധ്യായം അവസാനിക്കുന്നു. 20-ാം അധ്യായത്തിൻ്റെ അവസാനം സംഭവിക്കുന്നത് ഗോഗുമാഗോഗത്തിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് ദൈവം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും ഭൂമിയിലേക്ക് വർഷിപ്പിക്കുന്നു. ഈ ഭൂമി കത്തി അമരുന്നു. ഭൂമിയിലെ മനുഷ്യൻ രാജ്യങ്ങളിൽ ഒരുക്കി വച്ചിരിക്കുന്ന ആധുനിക രാസായുധങ്ങൾ മുഴുവനും കത്തിത്തകരുന്നു. ഭൂമി ചൂള പോലെ കത്തുന്ന ഒരു ദിവസത്തിലേക്ക് വന്നു. അങ്ങനെ ഭൂമി കത്തി അമരുമ്പോൾ, ഭൂമി അതിൻ്റെ പണികളും വെന്തുപോകുമ്പോൾ ഭൂമിയുടെ സുരക്ഷിത കവചമാകുന്ന ആകാശത്തട്ടുകൾ കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്നു. ഇതിനെയാണ് ലോകാന്ത്യം എന്ന് പറയുന്നത്. അതിന് തൊട്ടുമുമ്പ് നടന്നതെല്ലാം കാലാന്ത്യമാണ്, യുഗാന്ത്യമാണ്, യുഗങ്ങളുടെ മാറ്റമാണ്. എന്നാൽ ഇത് യുഗങ്ങളുടെ മാറ്റമല്ല, ഇത് അന്ത്യകാലം എന്ന് പറയുന്നതും ശരിയല്ല. ഇതാണ് ലോകാവസാനം. ഭൂമി ചൂള പോലെ കത്തിയാൻ വരുന്നു. അതിനെ തുടർന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെട്ടു. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ വിഷയമാണ്. ആ പുതിയ ഭൂമിയിൽ ദൈവനിർമ്മിതമായ, ദൈവം താൻ അടിസ്ഥാനമിട്ടതായ 12 വിധ രത്നങ്ങളാൽ അലങ്കൃതമായ മനോഹരമായ സ്വർഗീയ സൗധം പുതിയ ഭൂമിയിലേക്ക് വന്നമെന്ന് ഇറങ്ങി വരുന്നു. പിതാവ് എനിക്ക് നൽകിയ ഭവനം, അതിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് തക്കതായ വാസസ്ഥലങ്ങൾ ഞാൻ ഒരുക്കി കൊടുക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ പുതിയ യെരൂശലേം ഇറങ്ങി വന്ന് അതിൽ നമ്മുടെ ഭാവി നിത്യതയുടെ ആദ്യ സ്റ്റെപ്പ് ആരംഭിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ 22-ാം അധ്യായത്തിലും പറയുന്നു. ഇവിടെ ഇനി ഭൂമിയിൽ ഇന്നുള്ളതുപോലെ രോഗം, ദുഃഖം, കഷ്ടം,
വേദന, ദീനം എന്നിങ്ങനെ ശാപത്തിൻ്റെ കാര്യങ്ങൾ പറയുവാനില്ല. അത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ക്ലിക്ക് ചെയ്ത ഒരു വാക്യമാണ് ഇപ്പോൾ വായിക്കുവാനായി തുടങ്ങുന്നത്. 21 അധ്യായത്തിൻ്റെ 5 വാക്യം. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടുവല്ലോ. ബൈബിൾ കൈവശമുള്ളവർ നിങ്ങൾ നോക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അത് ഒന്നുകൂടെ ഞാൻ പറയട്ടെ, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കൂ. നിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, മരണമില്ലാത്ത യുഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ, ദൈവമക്കളുടെ അവസ്ഥ, 5 വാക്യം എങ്ങനെ തുടങ്ങുന്നത്? കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കണ്ണുനീരിൻ്റെ ശാപത്തിൻ്റെ കണ്ണുനീർ അവിടെ ഇല്ല. ഇനി മരണമുണ്ടാകയില്ല. മരണമുണ്ടാകയില്ല എന്ന് പറഞ്ഞാൽ രോഗമില്ല, രോഗകാരണങ്ങളില്ല, വ്യാധികളില്ല. പിന്നെ അതിനെ തുടർന്ന് നോക്കൂ, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ സർവത്ര രോഗങ്ങൾ, മാരകമായ ഭയങ്കരമായ രോഗങ്ങൾ ഇന്ന് മനുഷ്യനെ വല്ലാതെ പടർന്നു പിടിക്കുമ്പോൾ, പാവട്ട് നിലവിളിക്കുമ്പോൾ, രോഗത്തിൽ നിന്നും വ്യാധിയിൽ നിന്ന് സൗഖ്യമാക്കുവാൻ ആവോളം പണം മുടക്കി വേണ്ടതെല്ലാം ചെയ്താലും മരണത്തോടുകൂടെ ശവക്കുഴിയിലേക്ക് നീങ്ങിപ്പോകുമ്പോൾ ഇവിടെ പറയുന്നു, ദുഃഖവും മുറവിളിയും കഷ്ടതയും മരണവും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഒന്നാമത്തേതെന്ന് പറഞ്ഞത് എന്താ കഴിഞ്ഞു പോയത്? ഈ ബലഹീനമായ മൺകൂടാരത്തിൽ വസിക്കുന്ന 70 സംവത്സരം, ഏറെയായാൽ 80 എന്ന് പറയുന്ന ഈ ഒന്നാമത്തെ കാലം കഴിഞ്ഞുപോയി. അടുത്തതായി എന്താ വായിക്കുന്നത്? ഇതാ ഞാൻ പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. ഇതാ ഞാൻ പുതുതാക്കുന്നു. പഴയത് ഒഴിഞ്ഞുപോയി, കഴിഞ്ഞുപോയി, പുതുതാക്കുന്നു. എന്താ പുതുതാക്കുന്നത്? എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ഹല്ലേലൂയ. വിശ്വാസയോഗ്യവും സത്യവുമായ ഒരു കാര്യം ആദാം വീഴ്ചയോടുകൂടെ സന്തതി പരമ്പരകളായി നൂറ്റാണ്ടുകൾ കൂടെ, സഹസ്രാബ്ദങ്ങൾ കൂടെ ഇന്ന് വരെയും മാനവരാശി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാപത്തിന്റെ ഫലമായ സർവനാശങ്ങളും സകല രോഗങ്ങളും എന്നേക്കുമായി മാറിപ്പോയി. അതാണ് നിത്യത്തിലേക്കുള്ള പ്രവേശനത്തിൽ ആദ്യമായി ദൈവമക്കൾ ലഭിച്ചു കഴിഞ്ഞത്. ഇന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ തന്നെ കീടനാശിനികളുടെ മാരകമായ വിഷം കുത്തിവെച്ചതുപോലെ ഏതെങ്കിലും അംശം ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടെയും ധാന്യങ്ങൾ കൂടെയും ഏത് നിലയിൽ പാകം ചെയ്താലും നമ്മുടെ അകത്ത് വരുന്നുണ്ട്. അത് പല രോഗങ്ങളായും വ്യാധികളായും വെളിപ്പെടുകയും ചെയ്യും. എന്നാൽ അന്ന് ശാപം ഇല്ലാത്ത പുതുതാക്കപ്പെട്ട, സകലത്തെയും പുതുതാക്കപ്പെട്ടതായ പുതിയ ഭൂമിയിൽ പുതിയ ആകാശം എന്ന് പറഞ്ഞാൽ പഞ്ചറായ ഓരോ ഓസോൺ ലെയർ പോലുള്ളതും അതിന് അനുബന്ധമായ മറ്റ് ലെയറുകളൊന്നുമല്ല. പുതിയ ഭൂമിക്ക് അനുയോജ്യമായ സ്വർഗതുല്യമായ നല്ലൊരു സംരക്ഷണ വലയം പുതിയ ആകാശം കർത്താവ് സൃഷ്ടിക്കുന്നു. പുതിയ ഓസോൺ ലെയർ എന്നതുപോലെ ചിന്തിക്കാം. അതിൽ കൂടെ മനുഷ്യന്, അവിടുത്തെ ജീവികൾക്ക് നിത്യമായ ഒരു ജീവനാണ് ലഭിക്കുന്നത്. ഇവിടെ ബലഹീനമായ ഏതൊരു കാര്യവും ഉണ്ടാകുന്നില്ല. എദത്തോസ് എന്നുള്ളതായ ഒരു ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജാതികൾ എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഏത് വൃക്ഷഫലങ്ങളും അതിൻ്റെ ഇലകളും ഏത് നിലയിൽ തിന്നാലും ആരോഗ്യത്തിന് അത്യുത്തമം എന്നാണ് അവിടെ വായിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതായ ജീവവൃക്ഷഫലം ദൈവമക്കൾക്ക് നൽകും. കർത്താവിന് മുഖം കണ്ടവനെ ആരാധിക്കുമെന്നൊക്കെ നമ്മളിവിടെ വായിച്ചു. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം വളരെ അത്യാവശ്യമായ ഒരു ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുക. ഈ ലിസ്റ്റ് കാണിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു പഠന വിഷയമായി എടുക്കാം. അതിൻ്റെ ഗൗരവമേറിയ വിഷയങ്ങൾ ചിന്തിക്കാം. വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകങ്ങളുടെ സമാഹാരമാണ്. 66 പുസ്തകങ്ങളുടെ പാദം ഉൽപ്പത്തിയും ശിരസ് വെളിപ്പാട് പുസ്തകവുമാണ്. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നഷ്ടപ്പെട്ടത് വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ ആദാമായ യേശുക്രിസ്തുവിൽ കൂടെ തിരികെ ലഭിക്കുന്നു. പഴയ ആദാമിൽ കൂടെ നഷ്ടപ്പെട്ടതും ശാപമായിരുന്നതെല്ലാം പുതിയ ആദാമായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് തിരികെ ലഭിക്കുന്നു. അങ്ങനെ ഉൽപ്പത്തിയും വെളിപ്പാട് പുസ്തകവും തമ്മിലായ ഒരു പഠനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി, വെളിപ്പാട്, അത് നിങ്ങൾ ഈ ലിസ്റ്റിൽ കൂടെ കാണുന്നുണ്ട്. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഉൽപ്പത്തി 1:1 കാണുമ്പോൾ ഒടുവിലത്തെ ആകാശവും ഭൂമിയും
പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പാട് 21-1 വാക്യത്തിൽ വായിക്കുന്നു. മനോഹരമായ പർദീസയിൽ മനുഷ്യൻ്റെ ആരംഭമാണ് നമ്മൾ ഒന്നാമതായി കണ്ടത്. 2, ആദാമും ഹവ്വായും ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയിൽ ഉൽപ്പത്തിയിൽ കാണുമ്പോൾ കുഞ്ഞാടും കാന്തയും മണവാളനും മണവാട്ടിയും എന്നുള്ള നിലയിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. 3, ഏദൻ തോട്ടത്തിൽ ആദ്യ വിവാഹം നടക്കുന്നു. 2:22 വാക്യം. കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന വിഷയത്തോടുകൂടെ വെളിപ്പാട് 19:7 വായിക്കുന്നു. 4, പർദീസ നഷ്ടപ്പെട്ടു. എന്നേക്കുമായി ഏദൻ തോട്ടത്തിൽ പർദീസ നഷ്ടപ്പെട്ടു. 3:24. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പർദീസ തിരികെ ലഭിക്കുന്നു. വെളിപ്പാട് 3:12, 22:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ. 5, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മനുഷ്യൻ്റെ പരാജയം ഉൽപ്പത്തി 3:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വെളിപ്പാടിൽ അന്തിമ മനുഷ്യൻ്റെ വിജയമാണ് 19:6 വായിക്കുന്നത്. 6-മതായി ഉൽപ്പത്തിയിൽ പാപം പ്രവേശിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പാപം നീക്കിക്കളയുന്നു. 7-മതായി ഉൽപ്പത്തിയിൽ സാത്താൻ ആദാമിൽ പ്രവേശിക്കുന്നു. ഏതിൽ സാത്താൻ്റെ ജയമാണ് കാണുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ സാത്താനെ തീയും ഗന്ധവും എന്ന തീപ്പയിലേക്ക് തള്ളുന്നു. വെളിപ്പാട് 20:10 സാത്താൻ്റെ അന്ത്യമാണ് അവിടെ പറയുന്നത്. 8, ഉൽപ്പത്തി പുസ്തകത്തിൽ പാപവും ശാപവും ദുഃഖവും നിറഞ്ഞ് ശവപ്പെട്ടിയോടുകൂടെ മനുഷ്യൻ അവസാനിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ എല്ലാ ശാപവും ദുഃഖവും കഷ്ടതയും മാറിപ്പോകുന്നു. വെളിപ്പാട് 22:3, 21:4, 5 വാക്യങ്ങൾ. 9, ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ണുനീർ ആരംഭിക്കുന്നു. 3-ാം അധ്യായം 17 മുതൽ 19 വരെ. വെളിപ്പാട് പുസ്തകത്തിൽ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്നു. 21:4 സ്തോത്രം. 10-മതായി മനുഷ്യന് മരണം പ്രവേശിക്കുന്നു. ആദ്യ മരണം 4:8 വാക്യത്തിൽ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ മരണം മാറിപ്പോകുന്നു. 21:5. ഉൽപ്പത്തിയിൽ 11-മതായി രാത്രി തുടരുന്നു. വെളിപ്പാടിൽ രാത്രി ഇല്ലാതാകുന്നു. 12, പരദീസ അഥവാ സ്വർഗം നഷ്ടപ്പെടുന്നു. ഉൽപ്പത്തി 3:23-24. വെളിപ്പാടിൽ പരദീസ സ്വർഗം തിരികെ ലഭിക്കുന്നു. 21:3. 13, ഉൽപ്പത്തിയിൽ അത്തിയില കൊണ്ട് അരയട ഉണ്ടാക്കി അഥവാ അത്തിയില കൊണ്ട് ആദാം വസ്ത്രമുണ്ടാക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ശുദ്ധവും ശുഭ്രവുമായി വിശേഷ വസ്ത്രം അഥവാ തേജസ്സിൻ്റെ വസ്ത്രം ലഭിക്കുന്നു. 19:8 വാക്യം. 14, ആദാമിൻ്റെ ഗാഠനിദ്രയിൽ ഒരു സ്ത്രീ ജന്മമെടുത്തു. 2:21 മുതൽ 21-22. യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ പരമയാഗത്തോടുകൂടെ സഭ ഉളവായി. 15-ാമതായി ജലപ്രളയത്തിൽ ഭൂമി നശിച്ചു. വെളിപ്പാടിൽ അഗ്നിയാൽ ഭൂമിക്ക് നാശം ഭവിക്കും. 18:8, 20:9, 14 വാക്യങ്ങൾ. 16, ജീവവൃക്ഷ ഫലം തിന്നുവാനുള്ള അവസരം നഷ്ടപ്പെട്ടു. 3:22-24. വെളിപ്പാടിൽ ജീവവൃക്ഷ ഫലം കർത്താവ് കൊടുക്കുന്നു. 22:2. 17, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചു. വെളിപ്പാടിൽ സൂര്യചന്ദ്രന്മാരെ ആവശ്യമില്ല. കാരണം നിത്യതയിൽ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ അല്ല പ്രകാശം നൽകുന്നത്. അവിടെ ഇറ്റേണൽ വിഷയമാണ്. 18, പകലും രാത്രിയുമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ രാത്രി അവിടെ ഇല്ലല്ലോ. 21:25. വീണ്ടും 19-മതായി വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ടു. ഉൽപ്പത്തി 1:10. വെളിപ്പാട് പുസ്തകത്തിൽ സമുദ്രം ഇനി ഇല്ല. 21:1. 20, ആദ്യത്തെ ആദാം ഭാര്യയുമായി ഭൂമിയിലായിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കാന്തയുമായി കർത്തൻ ദൈവനഗരത്തിൽ കാണുന്നു. 21:9. 21, ആദാമിൻ്റെ ആദിഭവനം ഏദന് സമീപം നദീതീരത്തായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ മനുഷ്യൻ്റെ നിത്യഭവനം ഒരു നദീതീരത്തായിരിക്കും. 22:1. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 21-ൽ ആദാമിൻ്റെ ആദിഭവനം അഥവാ ഏദൻ ഒരു നദീതീരത്തായിരുന്നത് പോലെ തന്നെ പുതിയ ജീവജല നദിയുടെ തീരത്താണ് ഇവിടെ പുതിയ യെരൂശലേം ഇരിക്കുന്നത്. 22, പരദീസ പോലെ ആയിരുന്നിട്ടും ദുഷ്ടന്മാരുടെ പാർപ്പിടമായ സോദോമിനെ ദൈവം അഗ്നിയാൽ നശിപ്പിച്ചു. എന്നാൽ ദൈവം പുതിയ യെരൂശലേം എന്ന സ്വർഗീയ പാർപ്പിടത്തെ സമ്മാനിക്കുന്നു. 21:1-2. 23-ാമത്തെ പോയിന്റ്, ഉൽപ്പത്തി പുസ്തകം ഒരു ശവപ്പെട്ടിയോടുകൂടെ
അവസാനിക്കുന്നു 50-26. വെളിപ്പാട് പുസ്തകത്തിൽ നിത്യജീവനിൽ വാഴുന്ന വിശ്വാസികളോടുകൂടെ വെളിപ്പാട് സമാപിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം ചില കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൺക്ലൂഡിംഗ് ആയി നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ ആദ്യ പാരഗ്രാഫ് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി രാത്രി ഉണ്ടാകുകയില്ല എന്നൊക്കെ നമ്മളിവിടെ വായിച്ചു. 6-ാം വാക്യം, പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ഏത് വചനം? ഇവിടെ കുറേ ലിസ്റ്റ് വായിച്ച് കേൾപ്പിച്ചില്ലേ? പിന്നെ കുറച്ചൊക്കെ അല്ലാതെ കേട്ടില്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ തുടക്കത്തിൽ തന്നെ ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾക്കുന്നവരും അതനുസരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് തുടർമാനമായി കുറേ കാര്യങ്ങൾ വേഗത്തിൽ സംഭവിക്കാനുള്ളതെന്ന് പറഞ്ഞ് കേട്ടില്ലേ? വേഗത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ? അവസാനം നിത്യതയിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ? ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. സത്യവേദ പുസ്തകമാകുന്ന ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യവചനങ്ങൾ സത്യമാണ്. ഒന്നുകൂടെ അത് സത്യമാണെന്ന് എടുത്തു പറയാൻ കാരണം അത്രത്തോളം മനുഷ്യന് ഇത് നിത്യതയുമായി ബന്ധപ്പെട്ട ഒരു വലിയ മർമ്മമായി കർത്താവ് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അസത്യമാണ്. വീണ്ടും കർത്താവ് പറയുന്നത് 7-ാം വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. വീണ്ടും നമുക്ക് അതിന്റെ 8-ാം വാക്യം വായിക്കാം. ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ തന്നെ. വെളിപ്പാട് പുസ്തകത്തിന്റെ സമാപന ഭാഗത്തേക്ക് വരികയാണ്. ഈ ദർശനം വെളിപ്പാട് കാണുകയും അതിന്റെ മർമ്മം കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുകയും ചെയ്ത യോഹന്നാൻ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു. ഇത് യോഹന്നാന്റെ വ്യക്തിപരമായിട്ടുള്ള എഴുത്താണ്, സാക്ഷ്യമാണ്. കർത്താവിന്റെ അരുളപ്പാടല്ല ഇവിടെ പറയുന്നത്, തൻ്റെ അനുഭവ സാക്ഷ്യം, അനുഭവമാണ് ഈ പറയുന്നത്. താൻ ഒരു തെറ്റ് ചെയ്തു വന്ന ദൂതന്റെ കാൽക്കൽ വീണു, നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, വായിക്കൂ 9-ാം വാക്യം, എന്നാൽ അവൻ എന്നോട് അരുത്, ഞാൻ നിന്നെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനെത്രേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ നമസ്കരിക്കുക. ഇവിടെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ദൂതന്മാരെ മനുഷ്യൻ ആരാധിക്കാൻ പാടില്ല. ദൂതന്മാർ നമ്മുടെ സേവകന്മാരാണെന്നും നമ്മൾ ആജ്ഞ കൊടുത്താൽ അനുസരിക്കുവാനുള്ള ദാസന്മാരാണെന്നുള്ള അർത്ഥത്തിൽ വേദപുസ്തകം പറയുന്നുള്ളൂ. അവർ സ്വർഗീയന്മാരാകയാൽ നമ്മെക്കാൾ ശക്തന്മാരാണ്. പക്ഷേ നമ്മൾ മണവാളന്റെ മണവാട്ടി സ്ഥാനത്തേക്ക് എത്തിച്ചേരേണ്ടവരാകയാൽ നമ്മുടെ സെക്യൂരിറ്റികളാണ് അവർ. അവരെ വീട് നമസ്കരിക്കാൻ പാടില്ല. അവർ സ്വർഗീയന്മാരായതുകൊണ്ട് അവർക്ക് തേജസ്സുണ്ട്, ബലമുണ്ട്. അവരുടെ ശബ്ദം അതുപോലെയാണ്. നമ്മൾ തേജസ്സിന് പുത്രന്മാരായി യേശുവിനോട് അനുരൂപപ്പെട്ടതായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ, നിത്യന്മാരായി തീരുമ്പോൾ നമ്മുടെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരാണ് ഈ ദൂതന്മാരാണെന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തെ നമസ്കരിക്കുക. പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ എന്നിവിടെ പറഞ്ഞു കാണുന്നു. ദൈവത്തെ നമസ്കരിക്കുക. 10-ാം വാക്യം വേഗത്തിൽ. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നത് ഇനി അനീതി ചെയ്യട്ടെ. ഇത്രയും വിഷയങ്ങൾ കേട്ടിടത്തോളം, മഹോദ്രവമായ ആ കഠിനമേറിയതായ ദൈവശിക്ഷയുടെ വിഷയം ചിന്തിച്ചിടത്തോളം, കേട്ടവരോട് വീണ്ടും പരിശുദ്ധാത്മാവിനാൽ വചനത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിക്കോ, ഈ പുസ്തകത്തിൽ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അനീതി ചെയ്യാനാണോ ഇഷ്ടം? ഇത്രയൊക്കെ കേട്ടിട്ടും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം നീട്ടുന്നതും ഭൂമിയെ നരകതുല്യമായ ശിക്ഷയിൽ കൂടെ നടത്തിവിടുന്നതും മനുഷ്യൻ വളരെ കൂട്ടമായി വിവിധ നിലയിൽ മരിച്ച് നരകത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതും നീ കേട്ടില്ലേ? അല്ല, ഉറപ്പും ധൈര്യമായി നിലനിന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിത്യത്തിലേക്ക് പോകാമെന്നുള്ള കാര്യവും കേട്ടില്ലേ? ഇതൊക്കെയും കേട്ടിട്ടും അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. കാരണം തീയും ഗന്ധവും കത്തുന്ന തീപ്പുകയായ നിത്യനരകം നിനക്കുള്ള ഓഹരിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നീയും നീ ഉപദേശിക്കുന്ന മറ്റുള്ളവരും ഒരുപോലെ മാനസാന്തരത്തിന് യോഗ്യമായ അവസ്ഥയിൽ ജീവിച്ചില്ല എങ്കിൽ നിത്യ അവകാശമാക്കുവാൻ കഴിയുകയില്ല. അനീതി ചെയ്യുന്നവന് ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവർ ഇനിയും
അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇത് കർത്താവിന് ശബ്ദമാണ്. ഇത്രത്തോളം വചനങ്ങൾ കേട്ടിട്ടും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയില്ല എങ്കിൽ അയ്യോ, വരുവാനുള്ളതായ ആ ശാപത്തിൽ നിന്നും നിത്യനരകാഗ്നിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും? ഇതാ ഞാൻ വേഗം വരുന്നു. എന്തിനാ വരുന്നത്? ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. വാക്യം 12. നമുക്ക് വേഗത്തിൽ ഈ വിഷയം അവസാനിപ്പിക്കാം. ജീവന വൃക്ഷത്തെക്കുറിച്ച് 14-ാം വാക്യം വീണ്ടും പറയുന്നു. വീണ്ടും 16-ാം വാക്യം, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ബുദ്ധിപദേശം വളരെ ലളിതമായും വളരെ സ്വീകാര്യമായും വളരെ ലാവണ്യത്തോടുകൂടെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 18-ാം വാക്യം, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ ഇപ്രകാരം സാക്ഷീകരിക്കുന്നു, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചനം പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ദൈവം നീക്കിക്കളയും. ഈ പുസ്തകത്തിൻ്റെ അഥവാ 22-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. ആരാണ്? അൽഫയും ഒമേഗയുമായവൻ ഞാനാകുന്നു. പൂർവ്വ നിത്യതയിൽ സൃഷ്ടിപ്പിൻ്റെ ആദിയുഗത്തിൽ അനാദികാലത്തിൽ തന്നെ ഞാനാകുന്ന അൽഫയും ഒമേഗയുമായവൻ ഞാനാകുന്നവൻ അവിടെ ഉണ്ടായിരുന്നു സൃഷ്ടികർത്താവായി. ഭാവി യുഗത്തിൽ നിത്യതയിൽ ഞാനാകുന്ന ഒമേഗ അവിടെ ഉണ്ടായിരിക്കും. നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്ന നിത്യനാണ് അൽഫയും ഒമേഗയുമായ നമ്മുടെ കർത്താവായ യേശു. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ വിഷയം വേഗത്തിൽ ഇങ്ങനെ ഉപസംഹരിക്കാം. 10 വോളിയം DVD-യിൽ കൂടെ ബൈബിൾ ചാർട്ടുകളുടെ സഹായത്തോടുകൂടെയുള്ള വെളിപ്പാട് പുസ്തക പഠനം ഇവിടെ സമാപിക്കുന്നു. അതിൻ്റെ ആശീർവാദ വചനം എന്നുള്ള നിലയിൽ 22-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യം ഉപസംഹാരമായി ഞാനിവിടെ വായിക്കട്ടെ. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.